ഹായ് ഗൈസ്, ഹായ് ഫ്രണ്ട്സ്. അതാ അമ്മ ഹായ് പറയണു. അപ്പോൾ എന്താണെന്നറിയോ, സംഭവമൊന്നുമില്ല. ഞാനിപ്പോൾ അമ്മയ്ക്കൊരു ചെറിയൊരു ഫുഡ് വ്ലോഗ് ചെയ്യണമെന്നൊരാഗ്രഹം. അപ്പം ഞാൻ അമ്മമാരുടെ ആഗ്രഹം നമ്മളെല്ലാം സഹായിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ സഹായിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു. ഇതാ അപ്പോൾ അമ്മ ഇപ്പോൾ എന്താ അമ്മ ഉണ്ടാക്കാൻ പോകുന്നത്? ഉണ്ടാക്കാൻ പോകുന്നത്? ചക്കയുടെ അല്ലേ? ചക്കയുടെ ചേരുവ. ഇത് ചക്കപ്പഴം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അരച്ചു വെച്ചിരിക്കുകയാണ്. അതെ, ഇതാണ് ചക്കപ്പഴവും ശർക്കരയും കൂടി അരച്ചു വെച്ചിരിക്കുന്നു. അതിനുശേഷം തേങ്ങ, ജീരകം, ഏലക്ക ഈ 3 കൂട്ടം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. മിക്സിയിലിട്ട് അടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ പൊടി എന്തൊക്കെയാമേ? പൊടി റവയും ആട്ടയും ചേർക്കുകയാണ് ഞങ്ങൾ. നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഗോതമ്പ് പൊടി അല്ലേ അമ്മേ? ഗോതമ്പ് പൊടി, ആട്ട. അപ്പോൾ ആട്ടയും പിന്നെ നമ്മുടെ എന്താ പറയുക റോസ്റ്റഡ് ആയിട്ടുള്ള റവയും അതും കൂടിയാണ് അല്ലേ അമ്മേ? ഇത് അട ഉണ്ടാക്കാനുള്ള അതാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എടനേലയാണ് അല്ലേ അമ്മ? എടനേലയല്ലേ ഉപയോഗിക്കാറില്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് എടനേല എടുക്കാൻ പോകുന്നിടത്ത് ചെന്നപ്പോൾ അവിടെ ഒറ്റ ഇലയില്ല. എല്ലാവരും ചക്ക കൂടുതൽ കിട്ടുന്ന സീസണിലാണ്. അപ്പോൾ ചക്കപ്പഴമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചക്കയുടെയൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് വലിച്ചു പറിച്ചെടുത്തുകൊണ്ട് പോയി. അപ്പോൾ അമ്മ കിട്ടിയത്, അമ്മ ഈ ഇല പറിച്ചിട്ട് പോകുന്നു. എന്താ പറയാ, കൊക്കോ ഇല. അതെ, കൊക്കോ ഇല പറിച്ചിട്ട് പോകുന്നു. പുതിയൊരു വെറൈറ്റി അമ്മ വെറൈറ്റി ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങുക. എല്ലാരും കഴിക്കാൻ വായോ പറയാമേ. ഫസ്റ്റ് ഞങ്ങൾ തേങ്ങയും അരച്ചു വെച്ച തേങ്ങയും ഏലക്കായും ജീരകവും കൂടി ചക്ക മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കയിലോട്ട് ഇട്ടു. അതിൽ ശർക്കരയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര, ചക്കപ്പഴം, അതായത് നല്ല പഴുത്ത കൂഴ ചക്കപ്പഴം, പിന്നെ തേങ്ങ, ശർക്കര എല്ലാം കൂടി ഇട്ടിട്ട് ഇനി അത് മിക്സ് ചെയ്യും. പൊടിയും കൂടി ഇട്ടിട്ട് ആട്ടപ്പൊടി ആവശ്യത്തിനുള്ളത്. അതായത് ഇപ്പം നമ്മൾ എത്ര പേരാണോ ഉള്ളത്, ഞങ്ങളിപ്പോൾ 2 പേരേ ഇവിടെ ഉള്ളൂ. കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. കുറച്ച് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ കൊടുക്കും ഞങ്ങൾ. കാരണം അങ്ങനെയാണല്ലോ, ഗ്രാമപ്രദേശമൊക്കെ ആകുമ്പോൾ നമ്മളെന്താ നെയ്ബേഴ്സിനോടൊക്കെ അത്രയൊരു അറ്റാച്ച്മെൻറ്റിലൊക്കെയാണ് ഇരിക്കുക. അപ്പോൾ ഇതെന്താ പറയുക, അമ്മ റവ ഇട്ടു അല്ലേ അമ്മ? റവയല്ലേ? റവ, ആട്ട മിക്സ് ചെയ്യാൻ പോവാണ്. എല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കുവാണ്. അതായത് ശർക്കര, തേങ്ങ, ഏലക്ക, ജീരകം, ചക്കപ്പഴം, പിന്നെ പൊടികൾ, 2 സൈസ് പൊടികൾ ഇട്ട് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്ത് കുഴയ്ക്കുകയാണ്. കുഴച്ച് വെച്ചതിന് ശേഷമാണ് അപ്പോൾ ഇലകളിലാക്കുന്നത്. അതെ. സാധാരണ ഇതിപ്പം മിക്കവർക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ എന്നാലും ഒരു ചെറിയൊരു എന്താ പറയുക വെറൈറ്റീസ് ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചേർത്ത്, അതായത് വേണമെങ്കിൽ ഇതിനകത്ത് അവല് കാര്യങ്ങളൊക്കെ ചേർക്കാം, കുഴപ്പമില്ല. നമുക്കിടെ ഇഷ്ടമാണ്, നമുക്ക് എന്ത് ടേസ്റ്റ് അല്ലേ അമ്മേ? നമ്മളെ എന്ത് ടേസ്റ്റാണ്, നമുക്ക് എന്ത് ഇഷ്ടമാണോ അതിൽ ചേർക്കുക എന്നുള്ളത്. അപ്പോൾ പൊടിയൊക്കെ ഇട്ടു, ആട്ട ഇട്ടു, റവ ഇട്ടു, ചക്കപ്പഴം, ശർക്കര, തേങ്ങ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിത് നന്നായിട്ട് അത് യോജിപ്പിക്കുകയാണ്. നന്നായിട്ട് അത് കൈകൊണ്ട് നന്നായിട്ട് ഇത് ചെയ്യണം കേട്ടോ. നല്ല മിക്സിങ് ആവത്തുള്ളൂ. അതുകൊണ്ടാണ് കൈകൊണ്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആരും ഒരു എന്താ അയ്യോ ഇതെന്താണ് കൈയിട്ട് ഇത് ചെയ്യുന്നത്. പക്ഷെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ അതെ നാടൻ ഇതിങ്ങനെയൊക്കെ പറ്റുള്ളൂ. അതെ, നാടനായിട്ടാണ്. ഞങ്ങൾ നാടനാണ്. അപ്പോൾ അതെ, അപ്പോൾ അതിനുശേഷം ഇല എടുത്തിട്ട് അത് കൂട്ടുന്ന രീതി അവരെ കാണിക്കുന്നു. അതെ, അമ്മ എല്ലാം നിങ്ങളെ കാണിച്ചു തരികയാണ്. കൂട്ടുന്ന രീതി ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു കുമ്പിളിൻ്റെ ഷേപ്പ്, ഒരു കുമ്പിൾ. അതിനുശേഷം ഒരു സ്പൂൺ കൊണ്ട് ആവശ്യത്തിന് വേണ്ട മാവ് കുഴച്ചത് കുമ്പിളിലാക്കിയിട്ട് ഇങ്ങനെ അങ്ങ് മടക്കിയിട്ട് ഈ വാല് കൊണ്ട് കുത്തി ഇങ്ങനെ വെക്കണം. ഇലയുടെ ഞെട്ടുണ്ടാവും, അതുകൊണ്ട് അങ്ങോട്ട് വെച്ചാൽ മതി. ഈ ഷേപ്പിൽ വെച്ചിട്ട് നമ്മൾ ഒരു ഇഡ്ഡലിച്ചെമ്പിലാണ് വെക്കുക. പിന്നെ എടുത്ത് കാണിക്കും. ഇഡ്ഡലിച്ചെമ്പിലാണ് വെക്കുക.
ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് അങ്ങനെ. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാം വെച്ചിട്ട് അല്ലേ അമ്മേ നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടുപ്പിൽ വെച്ച് വേവിക്കണം. അത് അടുപ്പിൽ വെച്ച് വേവിക്കണം, അത് വേവിക്കാതെ പറ്റില്ലല്ലോ, അടുപ്പിൽ വെച്ച് വേവിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ചക്കപ്പഴമൊക്കെ ഇപ്പം കൂടുതലായിട്ട് കിട്ടുന്ന ഒരു സീസണാണ്. സോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരു നല്ലൊരു 4 മണി പലഹാരമൊക്കെയാണ് അല്ലേ അമ്മേ? എല്ലാവർക്കും അറിയാവുന്നതാണ്. അതെ, എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അമ്മ അങ്ങ് പറഞ്ഞു തന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു, ടാറ്റാ.